ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിക്കായി ഞാൻ കർത്താവിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ ഈ സൂം പ്ലാറ്റ്ഫോമിൽ ദൈവത്തിൻ്റെ വചനവുമായി എനിക്ക് അടുത്തു വരുവാൻ വലിയവനായ ദൈവം ഒരുക്കി തന്ന ഈ വിലപ്പെട്ട സാവകാശത്തെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യും. വിശേഷാൽ ഇന്നത്തെ മീറ്റിംഗ് അധ്യക്ഷപദം അലങ്കരിച്ച കർത്താവിന്റെ ദാസനോടുള്ള പ്രത്യേക വന്ദനവും സ്നേഹവും അറിയിക്കുന്നു. ഈ സൂം മീറ്റിങ്ങിന് നേതൃത്വം കൊടുക്കുന്ന കർത്താവിൽ ബഹുമാനിയ കർത്തദാസി ബീന സിസ്റ്ററോർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം എന്നെ വോയിസ് മെസ്സേജ് ഇട്ട് ഈ മീറ്റിങ്ങിന് വേണ്ടി എന്നെ സ്വാഗതം ചെയ്യുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ഇന്ന് രാത്രി ഈ മീറ്റിങ്ങിൽ വന്ന് ദൈവവചനം ശുശ്രൂഷിക്കാമെന്ന് ഞാൻ ഉറപ്പ് നൽകുവാനും ഇടയായി. ഈ രാത്രിയിൽ ഈ പ്ലാറ്റ്ഫോമിൽ എനിക്ക് അവസരം ഒരുക്കി തന്ന പ്രിയ കർത്തദാസിയോടുള്ള പ്രത്യേകമായ നന്ദിയും സ്നേഹവും വന്ദനവും ഈ രാത്രി ഞാൻ അറിയിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ഇന്ന് രാത്രിയിൽ ദൈവസന്നിധിയിലായിരിക്കാം. ഞാൻ മനസ്സിലാക്കുന്നു ഇത് ഒരു സൂം മീറ്റിംഗ് ആണ്. അതുകൊണ്ട് നിങ്ങളുടെ വീഡിയോ ഓൺ ചെയ്യാൻ സാഹചര്യമുള്ളവർ വീഡിയോ ഓൺ ചെയ്താൽ അത് അനുഗ്രഹമായിരിക്കും. മുഖവര ഒന്നും പറയാതെ തന്നെ കർത്താവിന്റെ പക്കൽ ഏൽപ്പിച്ച ഒരു വചന ചിന്ത നിങ്ങളുമായി വേഗത്തിൽ പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 2 തീമോഥെയോസിന്റെ ലേഖനം 4-ാം അധ്യായം അതിലെ 7-ാമത്തെ വാക്യമാണ് ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്കായിട്ട് നമ്മൾ വായിക്കുന്നത്. 2 തീമോഥെയോസിന്റെ ലേഖനം 4-ാം അധ്യായം അതിലെ 7-ാമത്തെ വാക്യം ഒരാൾക്ക് വായിക്കും. നല്ല പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. അടുത്ത വാക്യം കൂടെ. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യാശയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യമാണ് നമ്മളുടെ വായിച്ചത്. പ്രാരംഭത്തിൽ തന്നെ ഞാൻ ഓർപ്പിക്കുന്ന ഒരു കാര്യം, കർത്താവ് എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ വചന വെളിപ്പാടിന്റെ ശുശ്രൂഷയാണ്. ഈ വചന വെളിപ്പാടിന്റെ ശുശ്രൂഷ ഇവിടെ വചനം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആമേൻ അതിൽ കൂടെയുള്ള ഒരു വിടുതൽ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നടക്കും. ഏറ്റവും വലിയ പ്രവചനം എന്ന് പറയുന്നത് വചനമാണ്. വചനം നിങ്ങളോട് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അത് 100% അത് ദൈവത്തിന്റെ വിടുതലായിട്ട് മാറും. അതുകൊണ്ട് കേൾക്കുന്ന വചനം ഏറ്റെടുക്കുവാൻ ഇന്ന് രാത്രിയിൽ ദൈവജനം തയ്യാറാകും. നമ്മൾ വായിച്ച 2 തീമോഥെയോസിന്റെ ലേഖനം 4-ാം അധ്യായം അതിലെ 7-ഉം 8-ഉം വാക്യമാണ് വായിച്ചത്. ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. 8-ാമത്തെ വാക്യം, ഇനിയും നീതിയുടെ കിരീടം എനിക്കായി കരുതി വെച്ചിരിക്കും. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസം
ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷത പ്രിയം വെച്ച ഏവർക്കും കൂടെ തന്നെ. ഒന്ന് സ്തോത്രം പറഞ്ഞു. മൂന്ന് കാര്യം ഇവിടെ പൗലോസ് തന്റെ നിജപുത്രനായ തീമോത്തിയോസിനെ മൂന്ന് കാര്യം പൗലോസ് പറയുകയാണ്. ഒന്ന്, തീമോത്തിയോസിന് പറയുന്നു, ഞാൻ നിന്ന സ്ഥലം എന്ന് പറയുന്നത് ഒരു പോർക്കളത്തിലാണ് ഞാൻ നിന്നത്. ഇപ്പോഴും ഞാൻ നിൽക്കുന്നത് ഒരു പോർക്കളത്തിലാണ്. അർത്ഥാൽ ഒരു യുദ്ധക്കളത്തിലാണ് ഞാൻ ഇപ്പോഴും നിൽക്കുന്നത്. ഇപ്പോഴും ഞാൻ നല്ല പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തത്, ഞാൻ എൻ്റെ ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഈ ഓട്ടം തികച്ചു എന്ന് പൗലോസ് പറയുമ്പോൾ അതിനൊരു ചരിത്രം കൂടെ പൗലോസ് മുന്നിൽ കണ്ടുകൊണ്ടാണ് പൗലോസ് ഞാൻ ഓട്ടം തികച്ചു എന്ന് പൗലോസ് പറയുന്നത്. അതുകൊണ്ട് പറയാം, അതിൻ്റെ ഒരു ചരിത്രം കൂടെ മനസ്സിലാക്കിയിട്ടാണ് പൗലോസ് ആമേൻ ഞാൻ ഓട്ടം തികച്ചു എന്ന് പൗലോസ് പറയുന്നു. BC 690 പ്രേഷ്യൻ സാമ്രാജ്യവും ആമേൻ ഗ്രീക്ക് സാമ്രാജ്യവും തമ്മിൽ ഒരു യുദ്ധമുണ്ടായി. ഒന്നുകൂടി പറയാം, ഗ്രീക്ക് സാമ്രാജ്യവും പ്രേഷ്യൻ സാമ്രാജ്യവും തമ്മിൽ BC 490 ഒരു യുദ്ധം ഉണ്ടായി. ആ യുദ്ധത്തിന് ചരിത്രത്തിൽ ഇടം പിടിച്ചൊരു യുദ്ധമായി. ആ യുദ്ധത്തിന് കൊടുത്തിരുന്ന പേര് മാരത്തോൺ യുദ്ധം എന്നാണ്. ശ്രദ്ധിക്കണം, മാരത്തോൺ യുദ്ധം എന്നായി. ഈ മാരത്തോൺ യുദ്ധം എന്ന് പറയാൻ കാരണം, ഈ യുദ്ധം നടക്കുന്ന മാരത്തോൺ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഗ്രേക്കരും പേർഷ്യക്കാരും തമ്മിലുള്ള യുദ്ധത്തിൽ ഗ്രീക്കുകാർക്ക് ഒത്തിരി നഷ്ടങ്ങളും കഷ്ടങ്ങളും സംഭവിച്ചു. എന്നാൽ അവർ ആ യുദ്ധത്തിൽ ജയിച്ചു. ഈ യുദ്ധത്തിൽ ജയിച്ചു കഴിഞ്ഞപ്പോൾ അതിൽ ഒരു പടയാളി ഈ ജയത്തിന്റെ സന്ദേശം അറിയിക്കുവാൻ മാരത്തോണിൽ നിന്ന് ഏതൻസ് വരെ ദിനരാത്രങ്ങൾ വിശ്രമമില്ലാതെ ഓടി. അവിടെ ഒരു ഫോൺ. മാരത്തോണിൽ നിന്ന് ഏതൻസ് വരെ, ഗ്രീക്കിന്റെ തലസ്ഥാന നഗരിയായ ഏതൻസ് വരെ ദിനരാത്രങ്ങൾ വിശ്രമമില്ലാതെ ഒരു പടയാളി ഓടി ഏതൻസിലെ കോടതി മുറിയിൽ കയറിയിട്ട് ഈ പടയാളി പ്രഖ്യാപിച്ച ഒരു പ്രഖ്യാപനമുണ്ട്: സന്തോഷിക്കുക, നമ്മൾ യുദ്ധം ജയിച്ചു. ഇത്രയും അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞിട്ട് ശേഷം ഈ പടയാളി പുറകോട്ട് വീണ് കിതച്ച് മരിക്കുകയായി. എത്ര പേർക്ക് മനസ്സിലായി? ആമേൻ. ഗ്രേക്കരും പേർഷ്യക്കാരും തമ്മിലുള്ള യുദ്ധത്തിൽ ഗ്രീസ് ജയിച്ചു കഴിഞ്ഞപ്പോൾ, ഗ്രീക്ക് സാമ്രാജ്യം ജയിച്ചു കഴിഞ്ഞപ്പോൾ മാരത്തോണിൽ നിന്നും ഏതൻസ് വരെ ഒരു പടയാളി ഈ ജയത്തിന്റെ സന്ദേശം അറിയിക്കുവാൻ ദിനരാത്രങ്ങൾ വിശ്രമമില്ലാതെ ഓടി ഗ്രീക്കിന്റെ തലസ്ഥാനമായ ഏതൻസിലെത്തി. ഏതൻസിലെ കോടതി മുറിയിൽ ഈ ജയത്തിന്റെ സന്ദേശം ഡിക്ലെയർ ചെയ്യുവാൻ അദ്ദേഹം ആ കോടതി മുറിയിൽ കയറിയിട്ട് ഇങ്ങനെ പറഞ്ഞു:
സന്തോഷിക്കുക, നമ്മൾ ജയിച്ചു. ഇത് പറഞ്ഞ് ആ മനുഷ്യൻ അല്ലെങ്കിൽ ആ പടയാളി പുറകോട്ട് വീണ് കിതച്ചു മരിക്കുകയാണ്. ഇതൊരു ചരിത്രത്തിൽ ഇടം പിടിച്ചൊരു ചരിത്ര സംഭവമാണ്. പൗലോസ് പറയുന്നത്, ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന എന്റെ വാത്സല്യ പ്രിയപ്പെട്ടവരെ, നമ്മളെ സ്വർഗത്തിലെ ദൈവം വിളിച്ചൊരുക്കുന്നത് ആമേൻ ഈ ജയത്തിന്റെ സന്ദേശം നമ്മുടെ കഴിവുള്ള കാലത്തോളം വിശ്രമമില്ലാതെ അനേക ഇടങ്ങളിൽ ഈ ജയത്തിന്റെ കൊടി ഉയർത്താനാണ് ദൈവം നമ്മളെ വിളിച്ചൊരുക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, തന്റെ നിജപുത്രനായ തീമോഥെയോസിനോട് പറയുന്നത്, ഞാൻ നിൽക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് ഒരു പോരാട്ടക്കളത്തിലാണ്. അടുത്തത് പറയുന്നു, ഞാൻ പൊരുതി നിൽക്കുകയാണ്. അടുത്തത് പൗലോസ് പറയുന്നു, ഞാൻ ഓട്ടം തികച്ചു. എന്നെ പിന്തിരിപ്പിക്കുവാനുള്ള ഒത്തിരി സാഹചര്യങ്ങൾ എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ കടന്നു വന്നു. പക്ഷേ എന്നെ പിന്തിരിപ്പിക്കുവാൻ ആർക്കും കഴിയും. അടുത്തത് പൗലോസ് പറയുന്നത്, ഞാൻ വിശ്വാസം കാത്തു. എന്നിട്ട് താൻ പ്രഖ്യാപിക്കുകയാണ്, നോക്കിക്കേ, എനിക്കൊരു ഉറപ്പുണ്ട്, ഇനിയും നീതിയുടെ കിരീടം എനിക്കായി ഒരുക്കി വെച്ചിരിക്കും. ഈ ദൂത് ഈ രാത്രിയിൽ നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്തളത്തിലേക്ക് ഒരാളി തുറയ്ക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിനകത്തൊന്ന് കുറിച്ചു വെക്കാൻ പോവാ. ഈ മീറ്റിങ്ങിന് ഇവിടെ വർഷിപ്പ് ലീഡ് ചെയ്ത കർത്താവിൽ ബഹുമാന്യ കർത്തൃദാസി ആമേൻ ഇവിടെ പറഞ്ഞ ഒരു ഭാഗമുണ്ട്. എസ്തേറിന്റെയും മോർദെഖായിയുടെയും വസ്തിരാജ്ഞിയുടെയും ഒരു ചെറിയ ഷോർട്ട് മെസ്സേജ് ആ വർഷിപ്പിനിടയിൽ ആ കർത്തൃദാസി ഇവിടെ ഓർപ്പിക്കുവാനിടയിൽ. ഇന്ന് രാത്രി അതേ മേഖലയിൽ നിന്ന് സംസാരിക്കാൻ ആ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഈ വാക്യം ദൈവാത്മാവ് എനിക്ക് കൈമാറി. ഇവിടെ നമ്മള് എസ്തേറിന്റെ പുസ്തകത്തിലേക്ക് ഞാൻ നിങ്ങളെ ഒന്ന് കൊണ്ടുപോവുകയാണ്. എസ്തേറിന്റെ പുസ്തകം, എസ്തേറിന്റെ പുസ്തകത്തിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഇവിടെ വർഷിപ്പ് ലീഡ് ചെയ്ത കർത്തൃദാസി ഓർപ്പിച്ചു. വസ്തിരാജ്ഞി, അവളുടെ സൗന്ദര്യം അഗശ്വരോഷ് രാജാവ് തന്റെ രാജ്യത്തിലെ ഏറ്റവും പ്രധാനിയായിട്ടുള്ള ആൾക്കാരുടെ മുമ്പിൽ ആ സഹോദരിയുടെ സൗന്ദര്യം പ്രദർശിപ്പിക്കണം എന്ന് എസ്തേറിന്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ അഗശ്വരോഷ് രാജാവ് ആവശ്യപ്പെട്ടു. എന്നാൽ ഈ വസ്തിരാജ്ഞി രാജാവിന്റെ ആഗ്രഹത്തെ ആ സഹോദരി നിരസിച്ചു. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? അഗശ്വരോഷ് രാജാവിന്റെ 1-ാം ഭാര്യയായ വസ്തിരാജ്ഞി ആ സ്ഥാനത്തിൽ നിന്ന്
ഒഴിഞ്ഞു മാറേണ്ടതായിട്ട് വന്നു. എത്ര പേർക്ക് അത് മനസ്സിലാകുന്നുണ്ട്? ഇന്ന് രാത്രിയിൽ പ്രാരംഭത്തിൽ തന്നെ ഒരു ദൂത് കൈമാറുകയാണ്. ചിലരെ മാറ്റിയിട്ട് ചിലരെ നിയോഗിക്കുന്ന ഒരു ദൈവപ്രവൃത്തി. ഞാൻ അതിന് ഇങ്ങനെയാണ് പറയുന്നത്. ഈ തിരികെ കയറ്റുന്ന ഒരു ദൈവപ്രവൃത്തി. തിരികെ കയറ്റുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, ഞങ്ങളുടെ ഇവിടുത്തെ ഭാഷ തിരികെ കയറ്റുക എന്ന് പറഞ്ഞാൽ ആമേൻ, അവിടെ ആ ഒരു സ്ഥാനത്തിലേക്ക് എസ്തേറിന് വരാൻ ഒരു സാധ്യതയുമില്ല കേട്ടോ. ഒരു സാധ്യതയും. എന്നാൽ അവൻ എസ്തേറിനെ ആ ഒരു മേഖലയിലേക്ക് അവൻ അവിടെ ഒന്നുകൂടി പറയാം, തിരികെ കയറ്റുകയാണ്. ഇല്ലാത്ത ഒരു ചാൻസ്, ഇല്ലാത്ത ഒരവസരം ആമേൻ ഈ എസ്തേറിനു വേണ്ടി ഒരുക്കി അവൻ ആ ഒരു സ്ഥാനത്തിലേക്ക് കരം പിടിച്ച് കൊണ്ടുവരികയാണ്. ഇന്ന് രാത്രി എന്റെ വാത്സല്യ പ്രിയപ്പെട്ടവരോട് ഇതിനകത്ത് ജോയിൻ ചെയ്യുന്ന ആമേൻ ചില പ്രിയപ്പെട്ടവരോട് വ്യക്തമായി പറയാം, നിനക്ക് വേണ്ടി നീ കണ്ടിട്ടില്ലാത്ത, നീ ചിന്തിച്ചിട്ട് പോലുമില്ലാത്ത ആമേൻ ഇങ്ങനെയൊക്കെ എന്റെ ജീവിതത്തിൽ ഇന്നതൊക്കെ ആമേൻ സംഭവിക്കും എന്ന് നീ പോലും ചിന്തിക്കാത്ത മേഖലകളിൽ നിന്റെ കരം പിടിച്ച ഒരാൾ നിന്നെ അവിടെ കൊണ്ട് നിർത്താൻ പോവാ. ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എസ്തേറിന് ആ ഒരു മേഖലയിൽ എത്തപ്പെടാൻ കഴിയത്തില്ലെന്നേ. പക്ഷേ അവിടെ ഇതൊരു ഒരു അപൂർവമായൊരു സംഭവമാണ്. അപൂർവമായൊരു സംഭവം എന്ന് പറഞ്ഞാൽ നിനക്ക് വേണ്ടി അവൻ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത അപൂർവമായൊരു സംഭവം. ആമേൻ. ഷീബ സൗദി, ഒന്ന് കരമുയർത്തിക്കോ. ഷീബ സൗദി കുഞ്ഞേ, അസാധാരണമായ ഒരു ദൈവപ്രവൃത്തി നിനക്ക് വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ്. ആ ദേശത്ത് നിന്നെ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നതിന് ആഴമായൊരു ദൈവപ്രവൃത്തി ഉണ്ടെന്ന് ഇന്ന് രാത്രിയിൽ ദൈവാത്മാവ് നിന്നോട് ശക്തമായി ഇടപെടുകയാണ്. അടുത്ത ആമൻ 1.5 വർഷത്തിനു ശേഷം, ഇന്നേക്ക് ഡേറ്റ് എഴുതി വെച്ചു, അടുത്ത 1.5 വർഷത്തിനു ശേഷം നിനക്കൊരു പ്രമോഷൻ നൽകിത്തന്ന് ആമേൻ റുഹസേഖേ മനാദിയ നിന്നെ ആമേൻ സ്വത്രം ആമേൻ അമേരിക്കൻ ഐക്യനാടിൽ കൊണ്ടുപോയി നിന്നെ ഉറപ്പിച്ചു നിർത്തും. അന്തനഘടകസിയ നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ നീ ആഗ്രഹിച്ച ചില ആഗ്രഹങ്ങൾ ആമേൻ, എന്നാൽ സാഹചര്യം വെച്ച് നോക്കിയാൽ ആ നിലവാരത്തിനൊരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ സാധ്യതകളില്ല. എന്നാൽ സാധ്യതകളില്ല എന്ന് നീ പറയുന്ന മേഖലയിൽ
നിനക്ക് വേണ്ടി സാഹചര്യങ്ങളെ ഒരുക്കാൻ, നിനക്ക് വേണ്ടി സാഹചര്യങ്ങളെ ഒരുക്കാൻ ഇന്ന് പരിശുദ്ധാത്മാവ് ചില മേഖലയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പുതിയ ആത്മാവ് നിന്നോട് ശക്തമായി ഇടപെടുകയാണ്. നിന്റെ കരത്തെ ശക്തീകരിക്കാൻ പോവുകയാണ്. ആമേൻ. ഒരു മട വെട്ടി വെള്ളം ഒഴുകുന്നത് പോലെ ആമേൻ നിനക്ക് വേണ്ടി ചില നന്മയുടെ ഉറവിടം അവിടെ, ആമേൻ, വറ്റാത്ത ഒരു ഉറവ നിനക്ക് വേണ്ടി അവിടെ തുറന്നു വരാൻ പോകുകയാണെന്ന് ആത്മാവിനോട് ഇടപെടും. ജൂഡപ്രവാനഹസി വൈഡരാജകത്തുര്യാതന പ്രവരത്തി. ഈ എസ്തേറിന് ആ ഒരു മേഖലയിലേക്ക് എത്തപ്പെടാൻ ഒരു സാധ്യതയുമില്ല. പക്ഷേ എസ്തേർ അഗശ്വരോശു രാജാവിന്റെ രണ്ടാം ഭാര്യയായി നിയമിക്കപ്പെട്ടു. എന്തിനാ? എന്നെ ഒന്ന് കേട്ടെ പ്രിയപ്പെട്ടവരെ. ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ ബുദ്ധി കൊണ്ട് അളക്കാൻ പറ്റത്തില്ല. നമ്മുടെ ബുദ്ധി കൊണ്ട് അളക്കാൻ പറ്റും. അതിനകത്ത് എന്നെ ശ്രദ്ധിച്ച്, അതിനകത്ത് ഈ രണ്ട് എസ്തേറിന്റെ പുസ്തകം 2-ാം അധ്യായം അതിലെ 20-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. എസ്തേറിന്റെ പുസ്തകം 2:20 വായിച്ചോളെ. മൊർദെഖായി കൽപ്പിച്ചതുപോലെ എസ്തേർ തന്റെ കുലവും ജാതിയും അറിയിക്കാതെ ഇരുന്നു. എസ്തേർ മൊർദെഖായിയുടെ അടുക്കൽ വളർന്നപ്പോഴത്തെ പോലെ പിന്നെയും അവന്റെ കൽപ്പന അനുസരിച്ചു പോന്നു. ആന്റി, ആ വായിച്ച ആന്റിയോട് ഞാൻ ചോദിക്കട്ടെ, ആ ചോദ്യത്തിന് മറുപടി ഒന്ന് കണ്ടെത്തിക്കണേ. മൊർദെഖായി എസ്തേറിനോട് പറയുക, എന്താ പറയുന്നത്? നിന്റെ കുലം, നീ ഒരു യഹൂദ വംശത്തിൽപ്പെട്ടയാളാണെന്നും നീ ഇന്ന അവൻ ഗോത്രത്തിൽപ്പെട്ടയാളാണെന്നും ആമേൻ ഞാനല്ലാതെ ഉലകത്തിലാരും അറിയരുത്. എന്തിനാ മൊർദെഖായി എസ്തേറിനോട് അതങ്ങനെ പറഞ്ഞത്? എന്നോട് പോവാണോ നിങ്ങള്? എന്ത് കാരണത്താലാ അങ്ങനെ പറയാൻ കാരണം? എസ്തേറിനോട് പറയുക, നീ ആരാണെന്ന് ആമേൻ അഗശ്വരോശു രാജാവ് പോലും അറിയരുത് എന്ന് പറഞ്ഞാൽ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ, ശ്രദ്ധിക്കണേ, ഭാര്യാഭർത്തൃ ബന്ധത്തിൽ അതീവ രഹസ്യങ്ങൾ പോലും പങ്കുവെക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ എസ്തേറിനോട് മൊർദെഖായി പറയുക, നീ ഒരു യഹൂദ വംശത്തിൽപ്പെട്ടയാളാണെന്നും ഇന്ന ഗോത്രത്തിൽപ്പെട്ടയാളാണെന്നും ആമേൻ അഗശ്വരോശിനോട് പോലും പറയരുത്. അവിടെ എഴുതിയിരിക്കുന്നത് അവന്റെ കൽപ്പന അനുസരിച്ചു പോന്നു. ആരുടെ? മൊർദെഖായി പറഞ്ഞ വാക്കനുസരിച്ചു പോന്നെന്ന്. അപ്പം ഇനി അടുത്തൊരു ഭാഗം നിങ്ങൾ നോക്കിക്കേ. 3-ാം അധ്യായത്തിലേക്ക് വന്നു. 3-ാം അധ്യായം അതിലെ 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. 4-ാമത്തെ വാക്യം. അവർ ഇങ്ങനെ ദിവസം പ്രതി അവനോട് പറഞ്ഞിട്ടും അവൻ അവരുടെ വാക്ക് കേൾക്കാതിരുന്നതിനാൽ മൊർദെഖായിയുടെ പെരുമാറ്റം നിലനിൽക്കുമോ എന്ന് കാണേണ്ടതിന്
അവർ ആ. അത് ഹാമാനോട് അറിയിച്ചു. ആ. താൻ യഹൂദനെന്ന് അവൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൊർദെഖായി മതി. ഒരിടത്ത് എസ്തേറിനോട് പറയുന്നു, നീ ഒരു യഹൂദ വംശത്തിൽപ്പെട്ടയാളാണെന്ന് പറയുന്നു. പക്ഷെ മൊർദെഖായി തന്റെ സ്നേഹിതന്മാരോട് പറയുന്നു, ഞാൻ ആരാന്നറിയാമോ? ഞാൻ ഒരു യഹൂദനാണ്. ഒരിടത്ത് പറയരുതെന്ന് പറഞ്ഞ കാര്യം മൊർദെഖായി എസ്തേറിന് പറഞ്ഞു, നീ ആരാണെന്ന് ആരോടും പറയരുത്. പക്ഷെ അതേ മൊർദെഖായി തന്റെ സ്നേഹിതന്മാരോട് പറയാം, ഞാൻ ആരാന്നറിയാമോ? ഞാൻ ആഹാരം കൊണ്ടും വസ്ത്രം കൊണ്ടും ആരാധന കൊണ്ടും വ്യത്യസ്തനാണ്. അർത്ഥാൽ ഞാൻ ഒരു യഹൂദനാണ്. അർത്ഥാൽ ഏക സത്യ ദൈവത്തെ ആരാധിക്കുന്ന അവൻ ഒരു യഹൂദനാണ്. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഈ രണ്ട് അവൻ വാക്കുകളുടെ അർത്ഥം ഒരിടത്ത് പറയരുത്, ഒരിടത്ത് പറഞ്ഞു. എന്താ ഈ ഒരു സംഭവത്തിന്റെ അടിസ്ഥാനപരമായ ഉദ്ദേശം? അടിസ്ഥാനപരമായ ഉദ്ദേശം നിങ്ങളൊന്ന് നോക്കിക്കേ. 6-ാമത്തെ വാക്യം, 3:6. എന്നാൽ മൊർദെഖായിയെ മാത്രം കയ്യേറ്റം ചെയ്യുന്നത് അവന് പുച്ഛമായി തോന്നി. ആണോ ഇതിന്റെ അടിസ്ഥാനപരമായ കാരണം? മൊർദെഖായിയുടെ ജാതി ഏതെന്ന് അറിവ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അഹശ്വേരോശ് രാജാവിന്റെ രാജ്യത്തിലുടനീളമുള്ള അവൻ മൊർദെഖായിയുടെ ജാതിക്കാരായ യഹൂദന്മാരെ ഒക്കെയും നശിപ്പിക്കേണ്ടതിന് ഹാമാൻ അവസരം അന്വേഷിച്ചു. എന്നെ ശ്രദ്ധിക്കണേ. അപ്പം ഈ അഹശ്വേരോശ് രാജാവിന്റെ രാജകൽപ്പനയാണ് ആര് ലംഘിച്ചത്? മൊർദെഖായി ലംഘിച്ചത്. അപ്പൊ മൊർദെഖായി ഇത് ലംഘിച്ചപ്പോൾ വാസ്തവത്തിൽ രാജകൽപ്പന ലംഘിച്ചാൽ എന്താണ് അതിന്റെ തിക്താനുഭവം? ഒന്ന്, ആമേൻ, മൊർദെഖായി എന്ന ആ ഭക്തനെ രാജാവ് ഈ ആമൻ കാര്യം അറിഞ്ഞാൽ ഒന്നുകിൽ അദ്ദേഹത്തെ അവൻ ജയിലിൽ അല്ലെങ്കിൽ തടവറയിൽ അവൻ അകപ്പെടുത്താൻ സാധ്യതയുണ്ട്. അല്ല എങ്കിൽ അദ്ദേഹത്തെ അവൻ കൊന്നുകളയാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ ഹാമാൻ ഇത് അഹശ്വേരോശ് രാജാവിനെ അറിയിച്ചില്ല. വാസ്തവത്തിൽ ഇത് ഹാമാൻ ആരെ അറിയിക്കേണ്ടതാ? അഹശ്വേരോശ് രാജാവിനെ അറിയിക്കേണ്ട വിഷയമാണ്. പക്ഷേ ഇദ്ദേഹം എന്താ ചെയ്തത്? അവൻ മൊർദെഖായിയുടെ ജാതി ഏതെന്നറിഞ്ഞിട്ട് അവൻ ആ വംശത്തെ മുഴുവനും അവൻ നശിപ്പിക്കേണ്ടതിനുള്ള പദ്ധതി ഒരുക്കി. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഈ പൈശാചിക മണ്ഡലങ്ങൾ ഏതു മേഖലയിലാ വെല്ലുവിളി ഉയർത്തുന്നത്? ഇന്ന് രാത്രി ഒരു കാര്യം പറയാം, നീ പ്രാപിച്ച ദൈവകൃപയ്ക്കു നേരെ, നീ ആത്മമണ്ഡലത്തിൽ ആരാധിച്ചു ബലമേറ്റെടുക്കുന്ന ആത്മീയ അനുഭവത്തിനു നേരെ പൈശാചിക മണ്ഡലത്തിന്റെ ഒരു വെല്ലുവിളി ഉണ്ടെന്ന് ഇന്ന് രാത്രിയിൽ ആത്മാവിനോട് ഇടപെടുകയാണ്. ഒരു കാര്യം വ്യക്തമായിട്ട് പറയാം,
നീ പ്രാർത്ഥിക്കുന്ന നിന്റെ ഭവനത്തിൽ, നീ ആത്മാവിലൊന്ന് ബലമേറ്റെടുക്കുന്ന നിന്റെ ഭവനത്തിൽ, ആമേൻ, നിന്റെ പ്രാർത്ഥനയുടെ ഫലമായി, ആത്മീയ അനുഭവത്തിന്റെ ഫലമായി അവിടെ ചില പൈശാചിക മണ്ഡലത്തിന്, ആമേൻ, അവിടെ ഇളക്കം തട്ടിയിട്ട് നിന്റെ പ്രാർത്ഥനയെ ബന്ധിച്ചു കളയണമെന്നും, നിന്റെ ആരാധനയുടെ മണ്ഡലത്തെ ബന്ധിച്ചു കളയണമെന്നും ഹാമാൻ മൊർദെഖായിക്ക് വിരോധമായി മൊർദെഖായെ നശിപ്പിച്ച് കളയണമെന്ന് അന്വേഷിക്കുന്നത് പോലെ നിനക്ക് വിരോധമായി എഴുന്നേറ്റ് നിൽക്കുന്ന സാമാന്യ ശക്തിയെ ഇന്ന് രാത്രിയിൽ നീ തിരിച്ചറിയണമെന്ന് ആത്മാവ് നിന്നോട് ഇടപെടുകയാണ്. ശരീരയുടെ പ്രാണനോട് പോലും വില പറഞ്ഞു നിൽക്കുകയാണ് പിശാച്. നിന്നെ അസ്ഥി സംബന്ധമായ രോഗത്തിൽ ബന്ധിക്കപ്പെട്ട് അവൻ സർജറിക്ക് വിധേയപ്പെടുത്തി അവൻ നിത്യ രോഗിയാക്കി തീർക്കണമെന്ന് വെല്ലുവിളിച്ചു നിൽക്കുന്ന വെല്ലുവിളികൾ ഇന്ന് രാത്രി ആത്മാവിനെ ചൂണ്ടിക്കാണിക്കുന്നു കേട്ടോ. എന്നാൽ ഈ രാത്രിയിൽ ഈ വചനത്തിന്റെ വെളിപ്പാട് ഒരു രോഗസൗഖ്യമായിട്ട് മാറാൻ പോകുകയാണ്. ഗ്രേസി എബ്രഹാം അടൂർ ഈ ദിവസങ്ങളിൽ ആത്മതലത്തിൽ പ്രാർത്ഥിച്ചു ബലമേറ്റോടത്തോണം കേട്ടോ. അത് നിങ്ങൾ പാർക്കുന്ന ഇടത്ത് സ്വസ്ഥതയോടെ നിൽക്കരുത് പറഞ്ഞ് നിനക്ക് വിരോധമായി ആ ദേശത്ത് വാതികെട്ടി നിൽക്കുന്ന ആമാന്യ ശക്തിയെ പോലെ ചില വെല്ലുവിളികൾ അവൻ ഓരോ ദിവസവും നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നു. ഒരു നന്മയുടെ വഴി നിങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ആയാൽ മറുഭാഗത്ത് അതിന്റെ സന്തോഷം അനുഭവിക്കുമ്പോൾ തന്നെ മറുഭാഗത്ത് ആമേശ്വതം വെല്ലുവിളികൾ അനുഭവിക്കുകയാണ്. ഒന്ന് മാറി പോരടിച്ചു നിൽക്കുന്ന പോരിന്റെ ശക്തിയെ ദൈവത്തിന്റെ ആത്മാവിനെ വ്യക്തമായി ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ ഇന്നു രാത്രി ആത്മതലത്തിൽ ബലമേറ്റെടുത്തു. പൈശാചിക മേഖലകൾ, നിനക്ക് വിരോധമായി വാതുകെട്ടിയ പൈശാചിക മേഖലകൾ ഇന്ന് രാത്രി അഴിയപ്പെടുന്ന രാത്രിയായി മാറുകയാണെന്ന് ആത്മാവ് ഇടപെടുന്നു. അപ്പൊ നോക്കിക്കേ, മൊർദെഖായിയുടെ വിഷയം അഹശ്വേരോശ് രാജാവിനോട് അറിയിക്കാതെ ഹാമാൻ തന്നെ അതിന് അവൻ പദ്ധതി ഒരുക്കുകയാണ്. എന്താ പദ്ധതി? മൊർദെഖായിയെ മാത്രം കൈയേറ്റം ചെയ്യുന്നത് അവന് പുച്ഛമായിട്ട് തോന്നി. ഇനിയും അവന്റെ കുലം പോലും ഇവിടെ നിൽക്കരുത്. ഉടവൽക്കവന വൈഡഘട്ടം വാതികട്ടി അന്തൽ പ്രൗഢമന കട്ടി. ഇനി രാത്രിയിൽ ഒരു മെറുക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. യേശുവിന്റെ നിയമരക്തത്താൽ ഞങ്ങൾ ഒരുമിച്ച് ജയം പ്രഖ്യാപിക്കുന്നു. നമ്മൾ മുമ്പ് ചോദിച്ച ചോദ്യം, എന്തുകൊണ്ട് എസ്തേറിനോട് നിന്റെ കുലം ഏതാണെന്ന് പറയണ്ട? മൊർദെഖായി പറഞ്ഞു ഞാൻ യഹൂദനാണെന്ന്. ഒരു കാര്യം പറയാം, ഹാമാന്യ ശക്തി യഹൂദന്മാർക്ക് വിരോധമായി എഴുന്നേൽക്കുമെന്ന് മുൻകൂട്ടി
അവൻ കണ്ട വ്യക്തിയാണ് മൊർദെഖായി. ചില നാളുകൾ കഴിയുമ്പോൾ എനിക്ക് വിരോധമായി ഒരു ഹാമാന്യ ശക്തി എഴുന്നേൽക്കും. അവൻ എഴുന്നേറ്റാൽ എന്റെ ആരാധനയ്ക്ക് അവൻ വെല്ലുവിളി ഉയർത്തും. അത് മുന്നമേ മനസ്സിലായതുകൊണ്ട്, ആ ഒരു വെളിപ്പാട് മുന്നമേ മനസ്സിലായതുകൊണ്ട് മൊർദെഖായി പറയുക, കുഞ്ഞേ, നീ ഒരു യഹൂദ സ്ത്രീയാണെന്ന് ആരോടും പറയരുത്. ഹാമാൻ യഹൂദന്മാരെ കയ്യേറ്റം ചെയ്യാൻ തുടങ്ങുമ്പോൾ, അവർക്ക് വിരോധമായ രേഖകൾ എഴുതുമ്പോൾ മൊർദെഖായി ആത്മമണ്ഡലത്തിൽ സന്തോഷിക്കുക. എന്താ സന്തോഷിക്കാൻ കാരണം? ഹാമാനെ, നീ എത്ര രേഖ എഴുതിയാലും, ആമേൻ, ഈ രേഖ നിവൃത്തിയാകണമെങ്കിൽ ആദ്യം കൊട്ടാരം മുതൽ തുടങ്ങണം. പിടികിട്ടിയോ? കൊട്ടാരം മുതൽ തുടങ്ങണം. അങ്ങനെയാണെങ്കിൽ ഈ നിയമം പാസ്സായെന്നിരിക്കട്ടെ. ഈ നിയമം പാസ്സായാൽ അഹശ്വേരോശ് രാജാവിന്റെ രണ്ടാം ഭാര്യയായ ഈ എസ്തേരും ഈ നിയമത്തിനകത്തേക്ക് വരും. എത്ര പേർക്ക് ആ ദൂത് മനസ്സിലായി? എത്ര പേർക്ക്? എന്ന് പറഞ്ഞാൽ നിനക്കൊരു പ്രതിസന്ധി വരുന്നതിന് മുമ്പ് നിനക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന ഒരു സ്വർഗമുണ്ടെന്നുള്ള കാര്യം ഇന്ന് രാത്രി ആത്മാവ് അവൻ വെളിപ്പാടിൽ ആ ദൂത് നിങ്ങൾക്ക് കൈമാറുകയാണ്. ഒന്നുകൂടി പറയാം, നീ അറിയാതെ അവൻ നിന്നിലേക്ക് വന്നു ചേരുന്ന ചില പോരിന്റെ ശക്തികൾ, അവൻ നിന്റെ മേൽ അത് ജയമെടുക്കാതിരിക്കേണ്ടതിന് മുൻകൂട്ടി സ്തോത്രം നിനക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന ഒരു സ്വർഗമുണ്ടെന്നുള്ള കാര്യം ഇന്ന് രാത്രിയിൽ ആത്മാവ് വ്യക്തമായിട്ട് ഇടപെടുകയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി ഒന്ന് സ്തോത്രം ചെയ്തോ. ആമേൻ, ഒന്ന് സ്തോത്രം ചെയ്തോ. മൊർദെഖായി എന്തുകൊണ്ടാ പേടിക്കാഞ്ഞ്? മൊർദെഖായിക്ക് എന്തുകൊണ്ടാ ഈ രേഖ എഴുതി എന്ന് കേട്ടപ്പോൾ ഭയമില്ലാതിരുന്നത്? അർത്ഥം പറയാം. ആമേൻ, അർത്ഥം ഇത്രയുള്ളൂ. ആമേൻ, യഹൂദന്മാരെ കയ്യേറ്റം ചെയ്യണമെന്ന് ആ നിയമം പാസ്സായാൽ, ആ നിയമം നടപ്പിലായാൽ, ആദ്യം അഹശ്വേരോശിന്റെ രണ്ടാം ഭാര്യയായ എസ്തേറിനെ തൊടേണ്ടി വരും. അങ്ങനെ തൊടേണ്ടി വന്നാൽ ആമേൻ സാഹചര്യങ്ങൾ മറിയും എന്ന് മൊർദെഖായിക്ക് നല്ലവണ്ണം അറിയാം. ഇന്ന് രാത്രിയിൽ വെളിപ്പാടിന്റെ ആ ശുശ്രൂഷ ഏറ്റെടുക്കാൻ ദൈവത്തിന്റെ ആത്മാവ് ശരീരോട് ഇടപെടുന്നു. ൂടകറ്റും വേദകറ്റി അത്തനാ വൈഡമന ഘടകസ്യ. പ്രാർത്ഥനയുടെ തലത്തിൽ ചില വെളിപ്പാടുകൾ ദൈവാത്മാവ് നിനക്ക് തരാൻ പോകുക. മേരിക്കുട്ടി ഷൗമേൽ, പ്രാർത്ഥനയുടെ തലത്തിൽ നിനക്ക് ചില വെളിപ്പാടുകളെ തരാൻ പോവുക. വെളിപ്പാടനുസരിച്ച് ദിവസങ്ങൾ മുന്നേറിക്കോ. നിനക്ക് വിരോധമായി ഒരുങ്ങുന്ന ആയുധങ്ങൾ ഫലിക്കുകയില്ലെന്ന് ആത്മാവ് വ്യക്തമായി ഇടപെട്ടുകൊണ്ടിരിക്കുക. ആത്മതലത്തിൽ ഒന്ന് വിലവെച്ചെടുത്തു. ആത്മതലത്തിൽ ഒന്ന് വിലവെച്ചെടുത്തു. ൂഢവരംധന വൈഡവരംധന വൈശ്വരംധന വൈഡവരക്ഷ. യേശുവിന്റെ നിയമരക്തത്താൽ ജയം പ്രഖ്യാപിക്കുന്നു. ഒരു യഹൂദനെ കയ്യേറ്റം ചെയ്യണമെന്ന് ഹാമാന്യ ശക്തി പദ്ധതി ഒരുക്കുമ്പോൾ, ഈ കയ്യേറ്റം ചെയ്യുമെന്ന് മുന്നമേ വെളിപ്പാടിൽ കണ്ട മൊർദെഖായി എസ്തേരോട് പറയുക, കുഞ്ഞേ, നീ ആരാണെന്ന് ആരോടും പറയരുത്. ആമേൻ. ബീന അജയ് ഒരു ചൂത് കൈമാറാൻ കേട്ടോ, ഏറ്റെടുത്തു. പ്രാപിച്ച വെളിപ്പാട് ഇന്നതാണെന്ന് ആരോടും പറയരുത്. ആമേൻ. പ്രാപിച്ച വെളിപ്പാട് ഇന്നതാണെന്ന് ആരോടും പറയരുത്. കാരണം ആമേൻ,
നീ പ്രാപിച്ച വെളിപ്പാടിനെ ബ്ലോക്ക് ചെയ്യാൻ നോക്കുന്ന അസൂയയുടെ ആത്മാവിനെ വെട്ടി പ്രാർത്ഥിച്ചോണം. ചില സമയങ്ങളിൽ ശരീരമണ്ഡലങ്ങളിൽ പോലും, ആരോഗ്യ മേഖലകളിൽ പോലും വെല്ലുവിളികളെ ഉയർത്തി സ്വന്തം സർജറിക്ക് വിധേയപ്പെടുത്തുമെന്ന് പറഞ്ഞു വാദിക്കുന്ന അന്യായ ബന്ധനങ്ങളെ ഈ ദിവസങ്ങളിൽ ആത്മതലത്തിൽ വെട്ടി പ്രാർത്ഥിക്കണം കേട്ടോ. ചൂടപ്രവചന വൈടക്കെട്ട് ചൂടകാലം അന്തൽഖനാദിയാരകക്ഷസ്യ. നിനക്ക് വിരോധമായി ഉയരുന്ന ഒരായുധവും ഫലിക്കത്തില്ലെന്ന് ഇന്ന് രാത്രി ആത്മാവ് അക്കമിട്ട് പറയുന്നു. ചൂടപ്രവന ഘടകം ആത്മാവ് ഒരു തൂത് കൈമാറി ഏറ്റെടുത്തു. ആമേൻ. വിനസ്വസ്വരത ഒരു തൂത് കൈമാറുന്നു. ആമേൻ. ദാവീദിനെ ഏലാ താഴ്വരയിൽ അയച്ചത് തന്റെ വാത്സല്യ പിതാവാ, അല്ലെ? പിതാവാ. പക്ഷെ ചെന്നെത്തിയ സ്ഥലം 40 ദിനരാത്രങ്ങൾ ആമേൻ ഒരു മല്ലനായവൻ നിന്ന് വെല്ലുവിളിച്ച സ്ഥലത്തിലേക്കാ കൊണ്ട് നിർത്തിയത്. ഒരൊറ്റ ചോദ്യം ചോദിക്കുക. ആ ചോദ്യം ഒന്ന്, ദാവീദ് എന്നെങ്കിലും യുദ്ധം ചെയ്ത് ജയിച്ചിട്ടുണ്ടോ? ഇല്ല. യുദ്ധം കണ്ടിട്ടുണ്ടോ? ഇല്ല. ആമേൻ. യുദ്ധത്തിന്റെ പരിശീലനമുണ്ടോ? ഇല്ല. പക്ഷെ ഇപ്പോൾ എവിടെ നിൽക്കുകയാ? നിൽക്കുന്ന സ്ഥലം ഏലാ താഴ്വര. എന്തിനാ കൊണ്ട് നിർത്തിയത്? പറയാം. നാളുകൾക്ക് മുമ്പ് പ്രാപിച്ച വെളിപ്പാടിന്റെ പൂർത്തീകരണം. സ്തോത്രം ചെയ്തോ? എന്താ നാളുകൾക്ക് മുമ്പ് പ്രാപിച്ച വെളിപ്പാടിന്റെ പൂർത്തീകരണം? അപ്പനറിഞ്ഞില്ല, സഹോദരങ്ങൾ അറിഞ്ഞില്ല. ഇവൻ ചെന്ന് സ്തോത്രം അതെ ശൗല് പോലും അറിഞ്ഞില്ല. അന്നേരം ശൗല് ചോദിക്കുന്ന, കുഞ്ഞെ നിനക്കെന്തെങ്കിലും യോഗ്യതയുണ്ടോ? ആ ചോദ്യത്തിന് മുമ്പിൽ ദാവീദൊന്ന് ഞെട്ടി. എന്താ പറയാ? ഇത് നാളുകളായി ഞാൻ ആഗ്രഹിച്ചൊരു വിഷയമാ. ഞാൻ പ്രാപിച്ച വെളിപ്പാട് ഒന്ന് പുറത്തു വരണം. ഞാൻ പ്രാപിച്ച വെളിപ്പാടൊന്ന് പുറത്തു വരണം. നാളുകളായി ഞാൻ ആഗ്രഹിച്ച വിഷയമാണ്. വൈഡന അന്തൽ ഖനാദിയ. അപ്പൊ ചോദിച്ച ചോദ്യം, നിനക്കതിന് എന്താണ് യോഗ്യത? അപ്പോഴാണ് പറയുന്നത്, ഒരിക്കൽ ഒരു കരടിയെയും ഒരിക്കൽ ഒരു സിംഹത്തെയും ആമേൻ ഞാൻ വലിച്ചു കീറിയ ഒരു വെളിപ്പാട് എന്റെ ഹൃദയത്തിൽ കടന്ന് തിളയ്ക്കുകയാണ്. അന്ന് ഞാനിത് പറഞ്ഞിരുന്നെങ്കിൽ എന്റെ സഹോദരങ്ങൾ എന്നെ കളിയാക്കിയേനെ. അന്ന് ഞാനിത് എന്റെ അപ്പനോട് പറഞ്ഞിരുന്നെങ്കിൽ എന്റെ അപ്പൻ എന്നെ പരിഹസിച്ചേനെ. എന്നാൽ ആരോടും പറയാൻ കഴിയാത്ത അകത്തളത്തിൽ ഒതുക്കി വെച്ച വെളിപ്പാട് അത് പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവപ്രവൃത്തി ഉണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. ആ ദൈവപ്രവൃത്തിക്ക് വേണ്ടിയാ എന്നെ ഏലാ താഴ്വരയിൽ കൊണ്ട് നിർത്തിയത് എന്ന് അവൻ ഇന്ന് രാത്രിയിൽ ആത്മാവ് ദൂത് പറയുകയാണ്. ഒന്ന് ആത്മതലത്തിൽ ബലം പറ്റും. വേദജാലം ധൂരമാന ഘടകസ്യ. അപ്പൊ നോക്കിക്കേ, ഇവിടെ മൊർദെഖായിയെ കൈയേറ്റം ചെയ്യുന്നത് ഹാമാന് പുച്ഛമായി വന്നു. അതുകൊണ്ട് യഹൂദന്മാർക്ക് വിരോധമായി ഹാമാൻ എഴുന്നേറ്റു. അവിടെ ഒരു ചോദ്യം. ആമേൻ. മൊർദെഖായിക്ക് വിരോധമായി ഹാമാൻ എഴുന്നേറ്റു. വൈഡമന ഘടകസ്യ. ആമേൻ. ഇവിടെ നമുക്ക് ഒരു കാര്യം, അത് 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ.
3:5 മൊർദെഖായി തന്നെ കുമ്പിട്ട് നമസ്കരിക്കുന്നില്ലെന്ന് കണ്ടിട്ട് ഹാമാൻ കോപം കൊണ്ട് നിറഞ്ഞു. ഇപ്പോൾ മൊർദെഖായിയുടെ മുമ്പിൽ ഹാമാൻ കോപം കൊണ്ട് നിറഞ്ഞു നിൽക്കും. ഒരു ചോദ്യം. എന്താ മൊർദെഖായി നീ ഹാമാനെ നമസ്കരിക്കാത്തത്? എന്താ നീ ഹാമാനെ നമസ്കരിക്കാത്തത്? നമ്മുടെ കുറിവാക്യം മറന്നു പോകരുത്. പൗലോസ് പറയുന്നത്, ഞാൻ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് പോർക്കളത്തിലാ ഞാൻ നിൽക്കുന്നത്. ഞാൻ പോർക്കളത്തിൽ നിന്ന് പോരാടിക്കൊണ്ടിരിക്കുകയാ. അതേ ചോദ്യം ഇവിടെ നമുക്ക് ചോദിക്കാം. മൊർദെഖായി നീ ഹാമാനെ കുമ്പിട്ട് നമസ്കരിക്കാത്തതെന്താ? നിന്റെ സ്നേഹിതന്മാരൊക്കെ ഈ ഹാമാനെ കുമ്പിടുന്നുണ്ടല്ലോ, നിനക്കു മാത്രമെന്താ ഒരു പ്രത്യേകത? നിന്റെ കൂട്ടുകാർ, നിന്റെ വംശത്തിൽപ്പെട്ടവർ, യഹൂദന്മാരെന്ന് പറയുന്നവരൊക്കെ നീ ഒഴികെ മറ്റു പലരും ഈ ഹാമാനെ കുമ്പിട്ട് നമസ്കരിക്കുന്നല്ലോ, നിനക്കു മാത്രമെന്താ ഒരു പ്രത്യേകത? നിനക്ക് മാത്രമെന്താ ഒരു പ്രത്യേകത? ആ പ്രത്യേകത നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, ഹാമാൻ എന്ന് പറയുന്ന വ്യക്തി ഒരു അമാലേക്യനാണ്. 3-ാം അധ്യായത്തിലെ 1-ാമത്തെ വാക്യത്തിൽ ആഗകനായ ഹമത്യായുടെ മകൻ ഹാമാൻ എന്ന കൊടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവൻ അഗാഗ്യനായ, അത് അമാലേക്യ രാജാക്കന്മാർക്ക് കൊടുത്തിരിക്കുന്ന സ്ഥാനപ്പേർ. 1 ശമൂവേലിന്റെ പുസ്തകം 15:8 വായിക്കണ്ട. 1 ശമൂവേലിന്റെ പുസ്തകം 15:8 അമാലേക്യ രാജാവായ ആഗഗിനെ എന്നവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഹാമാൻ എന്ന് പറയുന്നത് അമാലേക്യനാണ്. അമാലേക്യൻ എന്ന് പറഞ്ഞാൽ അഭക്തിയുടെ അവൻ മക്കളാണ്. ഒരു ഊണിന് വേണ്ടി ജ്യേഷ്ഠാവകാശം വിറ്റ ഏശാവിന്റെ കൊച്ചുമകനാണ് അമാലേക്യൻ. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, മൊർദെഖായി എന്തുകൊണ്ടാണ് ഹാമാനെ നമസ്കരിക്കാഞ്ഞത്? അർത്ഥം ഇത്രയേ ഉള്ളൂ, ദൈവം അവൻ അമാലേക്യനോട് യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അത് പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം അതിന്റെ അവസാന വാക്യം ഒന്ന് വായിച്ചേ. പുറപ്പാട് പുസ്തകം 17-ന്റെ അവസാന വാക്യം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 15-16 വാക്യം. ആമേൻ. കണ്ടോ? പിന്നെ മോശ ഒരു യാഗപീഠം പണിതു, അതിന് യഹോവ നിസി, യഹോവ എന്റെ കൊടി എന്ന് പേരിട്ടു. എന്തെന്നാൽ യഹോവയ്ക്ക്, ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോണം, യഹോവയ്ക്ക് അമാലേക്കിനോട് തലമുറയായി യുദ്ധമുണ്ട് എന്ന് യഹോവ ആണയിട്ട് എന്ന് മോശ പറഞ്ഞു. അമാലേക്കിനോട് തലമുറയായി യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുക വലിയവനായ ദൈവം. അങ്ങനെയാണെങ്കിൽ മൊർദെഖായി ആഗഗ്യനായ ഹാമാനെ വീണ് നമസ്കരിക്കാത്തതിന്റെ അടിസ്ഥാനപരമായ കാരണം ഇവൻ ഒരു അമാലേക്യനാണ്. ഈ അമാലേക്യനോട് തലമുറയായി ദൈവം യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാ. അതുകൊണ്ട് പൗലോസ് പറഞ്ഞത്, ഞാൻ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഒരു പോരാട്ടക്കളമാണ്. മൊർദെഖായി, നീ മാത്രം എന്തുകൊണ്ടാ ഹാമാനെ നമസ്കരിക്കാത്തത്? അർത്ഥം, ഈ ജാതിയോട് എന്റെ ദൈവം യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുമ്പോൾ ഞാൻ ആ ജാതിയോട് എങ്ങനെ രമ്യതപ്പെട്ട് അവർ ഹാമാനെ എങ്ങനെ ഞാൻ വീണ് നമസ്കരിക്കും? അങ്ങനെ ചെയ്താൽ
എന്റെ ദൈവത്തോട് ഞാൻ കാണിക്കുന്ന ഏറ്റവും വലിയ അനീതിയാണ്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോളം നിങ്ങൾ എതിർത്തു നിന്നിട്ടുണ്ടോ? സ്തോത്രം. എതിർത്തു നിന്നിട്ടുണ്ടോ? ഇതാണ് പോരാട്ടക്കളം എന്ന് പറയുന്നത്. ഇതാണ് പോർക്കളം എന്ന് പറയുന്നത്. ഈ പോർക്കളത്തിലാണ് പൗലോസ് പറയുന്നത്, ഞാൻ നന്നായി പൊരുതി, എന്റെ പ്രാണൻ പോകും വരെയും ഞാൻ പൊരുതി. അത് തന്നെ മോർദെഖായി പറയുന്നത്, എനിക്ക് കഴുകുമരം ഒരുക്കിയാലും ഞാൻ അവൻ മരിച്ചാലും സാരമില്ല, ഞാൻ ഈ ഹാമാനെ വീണ് നമസ്കരിക്കത്തില്ല. അതുകൊണ്ട് എന്ത് പറ്റി? ആമൻ യഹൂദന്മാർക്ക് വിരോധമായി ഹാമാൻ എഴുന്നേറ്റു. ഹല്ലേലൂയ. ഇവിടെ മറ്റൊരു ഭാഗത്തിലേക്ക് ഞാൻ കൊണ്ടുപോകുക നിങ്ങളെ. ഈ എസ്തേറിന്റെ പുസ്തകത്തിൽ ആമേശ്വരം 3-ാം അധ്യായത്തിൽ അതിന്റെ അവിടെ ആമേശ്വരം മോർദെഖായിക്ക് എസ്തേർ വസ്ത്രം കൊടുത്തയക്കുന്നുണ്ട്. ആമേൻ. വസ്ത്രം കൊടുത്തയക്കുന്നു. ഈ വസ്ത്രം കൊടുത്തയക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ഒരു ഭാഗമാണ്, എസ്തേർ മോർദെഖായിക്ക് വസ്ത്രം കൊടുത്തയക്കുന്നു. വസ്ത്രം കൊടുത്തയക്കുമ്പോൾ, ഒരു ഷണ്ണന്റെ കയ്യിൽ വസ്ത്രം കൊടുത്തയക്കുമ്പോൾ മോർദെഖായി ആ വസ്ത്രം ആമേൻ സ്വീകരിച്ചില്ല. കണ്ടോ? ആമേൻ. മോർദെഖായി ഈ വസ്ത്രം എന്ത് ചെയ്തില്ല? സ്വീകരിച്ചു. എന്നിട്ട് മോർദെഖായി എസ്തേറിനോട് പറയുക, ഇപ്പോൾ നീ മൗനമായി ഇരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരിടത്തിൽ നിന്ന് രക്ഷയുണ്ടാകും. എന്നൊന്ന് കേട്ടെ. എസ്തേർ കൊടുത്തയച്ച വസ്ത്രം, ആ വാക്യം എടുത്തിക്കില്ല, ആരെങ്കിലും എടുത്തിട്ട് വായിച്ചോ. എസ്തേർ കൊടുത്തയച്ച വസ്ത്രം എന്ത് ചെയ്തില്ല? മോർദെഖായി ആമേൻ വാങ്ങിയില്ല. അടുത്ത ചിന്ത, ഈ വസ്ത്രം വാങ്ങിയിരുന്നെങ്കിലോ? ഈ വസ്ത്രം വാങ്ങിയിരുന്നെങ്കിൽ മോർദെഖായിയുടെ ഉപവാസം ബ്രേക്ക് ആയതിനെ മാറി. കണ്ടോ? അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു എന്ന് പറഞ്ഞാൽ പിന്തിരിപ്പിക്കാൻ, എന്റെ ഈ ലക്ഷ്യസ്ഥാനത്തിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കാൻ പലരും പദ്ധതി ഒരുക്കി. എന്നാൽ ഞാനത് ആത്മമണ്ഡലത്തിൽ കണ്ടു. ഇത് തന്നെയല്ലേ ആമൻ മോർദെഖായും ചെയ്തത്? എന്താ? എസ്തേർ കൊടുത്തയച്ച വസ്ത്രം ആരും സ്വീകരിച്ചില്ല. ആമേൻ. അതെ, മോർദെഖായി സ്വീകരിച്ചില്ല. ആമേൻ. ഈ വസ്ത്രം സ്വീകരിക്കാത്തത് കൊണ്ട് കൊടുത്തയച്ച ആളിനോട് പറഞ്ഞു, ആമേൻ, ഇപ്പോൾ എസ്തേറിനോട് നീ പറയണം, ഈ സമയത്ത് നീ മിണ്ടാതിരുന്നാൽ ആമേൻ യഹൂദന്മാർക്ക് മറ്റൊരിടത്ത് ദൈവം രക്ഷ ഒരുക്കും. ഇത് കേട്ടപ്പോഴത്തേക്ക് എസ്തേർ ആകപ്പാടെ ആമൻ അങ്ങ് എന്ന് പറയാം. എന്റെ ഭാഷ പറഞ്ഞാൽ, എന്റെ ചിന്ത പറഞ്ഞാൽ, അവൻ ആകപ്പാടെ എസ്തേർ വിറച്ചുപോയി, അടിമുടി വിറച്ചുപോയി. ഉടനെ അവൾ 3 ദിവസത്തെ ഉപവാസം പ്രസ്തുതപ്പെടുത്തി. എന്നിട്ട് രാജാവിന്റെ നിയമപ്രകാരം അല്ലെങ്കിലും അഗശ്വരു രാജാവിന്റെ മുമ്പിൽ എസ്തേർ മുഖം കാണിക്കുവാനുള്ള ആ തീരുമാനത്തിനു വേണ്ടി അവൾ ഉപവസിച്ചു. 3 ദിവസം ധൈര്യം സംഭരിച്ച് അഗശ്വരു രാജാവിന്റെ മുമ്പിലെത്തിയപ്പോൾ രാജാവിന്റെ ചെങ്കോൽ എസ്തേറിന്റെ നേരെ നീട്ടിയിട്ട്, ഞാൻ നിനക്ക് എന്താണ് ചെയ്തു തരണ്ടേ എന്ന് രാജാവ് ചോദിച്ചു.
ഇന്ന് രാത്രി ഈശ്വരനോട് ദൈവാത്മാ പറയുകയാ, നിനക്ക് വേണ്ടി ചില മേഖലകളിൽ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാണ്. ഒരിടത്ത് എസ്തേർ നെറ്റിലും വെണ്ണീറിലും ഇരിക്കുമ്പോൾ, മറ്റൊരിടത്ത് ആമേശ്വതം ഒരിടത്ത് മോർദെഖായി നെറ്റിലും വെണ്ണീറിലിരിക്കുമ്പോൾ, മറ്റൊരിടത്ത് എസ്തേറിനെ ആമൻ ഉപയോഗിക്കുന്ന ഒരു ദൈവപ്രവൃത്തി. എന്താ? രാജാവിന്റെ മുമ്പിൽ എസ്തേർ മുഖം കാണിച്ചപ്പോൾ രാജാവിന്റെ പൊൻ ചെങ്കോൽ ഈ എസ്തേറിന്റെ നേരെ നീട്ടിയിട്ട് എസ്തേറിനോട് ചോദിക്കുക, ഞാൻ നിനക്ക് എന്താണ് ചെയ്തു തരേണ്ടത്? എസ്തേർ പറഞ്ഞു, എനിക്കൊന്നും ചെയ്തു തരണ്ട, പക്ഷേ ഞാൻ ഒരുക്കുന്ന വിരുന്നിൽ അങ്ങൊന്ന് വരണം. നോ, ഞാൻ ഒരുക്കുന്ന വിരുന്നിൽ അങ്ങൊന്ന് വരണം. ആ പദ്ധതികളെ കണ്ടോ? ആ സമയം അത് ഹാമാനെ കുറിച്ചല്ല പറയുന്നത്. ഹാമാൻ ഞങ്ങൾക്ക് വിരോധമായി രേഖയുണ്ടാക്കിയെന്ന വിഷയമല്ല പറയുന്നത്. അതൊന്നും അവിടെ പറയുന്നില്ല. പക്ഷേ ഞാൻ ഒരുക്കിയ വിരുന്നിൽ രാജാവും വരണം, ആമൻ യഹൂദന്മാർക്ക് ശത്രുവായ ഹാമാനും വരണം. എന്ന് പറഞ്ഞാൽ നിനക്ക് വിരോധിയായി തീർന്ന ഏതു മേഖലയാണോ ആ മേഖലയിൽ ഒരു പ്രത്യേക ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുന്ന തലത്തിലേക്ക് ഉടകജാലം വൈഡമാന ഘടകസ്യ അന്തൽ പ്രൗഢമന ഘടകസ്യ. ഈ വചനം ഇവിടെ ആത്മതലത്തിൽ ഈ വചനം ഇവിടെ കൈമാറിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ കരം ചലിക്കേണ്ട മണ്ഡലങ്ങളിലേക്ക് ദൈവത്തിന്റെ കരം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ശബന പ്രവചനാധികസ്തി. അടുത്തൊരു ഒരു പ്രത്യേക ഒരു വെളിപ്പാട് ഞാൻ പറയാം. ഒരു വെളി നോക്കിയേ, ഈ 3-ാം അധ്യായത്തിൽ ഒരു 10 മിനിറ്റ് എടുക്കുമേ. ഈ 3-ാം അധ്യായത്തിൽ ആമേശ്വത്രം അവിടെ അതിന്റെ 3-ാം അധ്യായത്തില് ആമേശ്വത്രം ഹസ്തനെ വൈഡ പ്രൗഢമന ഘടക അതിന്റെ 3-ാം അധ്യായത്തിലെ 7-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. 7-ാമത്തെ വാക്യം. അഹശ്വേരോശ് രാജാവിന്റെ 12-ാം ആണ്ടിൽ നീസാം മാസമായ 1-ാം മാസത്തിൽ അവർ ആധാർ എന്ന 12-ാം മാസം വരെയുള്ള ഓരോ ദിവസത്തെയും ഓരോ മാസത്തെയും കുറിച്ച് ഹാമാന്റെ മുമ്പിൽ വെച്ച് പൂരെന്ന ചീട്ട് ഇട്ടു നോക്കി. എന്താ ഇതിന്റെ അർത്ഥം? യഹൂദയെ തകർക്കാൻ മന്ത്രവാദം കൊണ്ട് ഹാമാൻ പദ്ധതി ഒരുക്കിയ. നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ആരാധിക്കുന്ന, ദൈവത്തെ സ്തുതിക്കുന്ന, തീരുമാനത്തിൽ നിലനിൽക്കുന്ന ഒരഭിഷക്തിനെ തകർക്കാൻ മന്ത്രവാദം കൊണ്ട് പദ്ധതി ഒരുക്കുകയാണെന്ന് ഒന്നും പിടികിട്ടിയില്ലേ? നിങ്ങൾ നോക്കിക്കേ, 1-ാം മാസമായ നിസാൻ മാസമായ 1-ാം മാസം, അടുത്തത് 12-ാം മാസമായ ആധാർ. എന്നിട്ട് ഈ 12 മാസത്തിലെ ഓരോ ദിവസം എടുത്തു. തീർന്നില്ല, ഓരോ ദിവസത്തെയും ഓരോ ആമേശ്വതം സമയങ്ങൾ എടുത്തു. ചുരുക്കി പറഞ്ഞാൽ കല്ലുകൊണ്ട്, അതിന്റെ ചരിത്രം എങ്ങനെയാ? കല്ലുകൊണ്ട് മുഹൂർത്തം നോക്കി, അർത്ഥാൽ നമ്മുടെ ഇന്ത്യൻ ഭാഷയിൽ പറയാം, ജ്യോതിഷനെ വിളിച്ചു വരുത്തി പ്രശ്നം വെച്ച് സമയം തീരുമാനിച്ച് ഡേറ്റ് വെച്ചു. എന്തിനാ? ഇനിയും ഇവന്റെ പ്രാർത്ഥന ഉയരരുത്. ഇവന്റെ പ്രാർത്ഥന ഉയരരുത്. ഇനിയും അവൻ മുന്നേറി വരരുത്. എന്നാൽ ഇന്നു രാത്രി ഒരു കാര്യം പറയാം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഞാൻ നിൽക്കുന്ന തലമെന്ന് പറയുന്നത്
നിങ്ങൾ വിചാരിക്കുന്നത് പോലെയുള്ള സ്ഥലമല്ല, പോരാട്ടക്കളത്തിൽ നിൽക്കുകയാണ്. റോമാന ശബ്ദൽക്കമന, എനിക്ക് വിരോധമായി മന്ത്രവാദത്തിന്റെ ചീട്ടിട്ടെന്നേ, ഞാനൊരു യഹൂദനാണെന്ന് അറിഞ്ഞിട്ട് അവൻ 12 മാസം എടുത്തിട്ട്, ഓരോ ദിവസം എടുത്തിട്ട്, ഓരോ സെക്കൻഡ് എടുത്തിട്ട് എനിക്ക് വിരോധമായ മുഹൂർത്തം തയ്യാറാക്കി. എന്നാ ഇന്ന് രാത്രി ഒരു കാര്യം പറയാം, നീ നല്ല പൊരുതിയ വ്യക്തിയാ. നീ നിൽക്കുന്നത് ഓട്ടക്കളത്തിലാ. എസ്തേർ പോലും പിന്തിരിപ്പിക്കാൻ നോക്കിയ സ്ഥാനത്ത് അവൻ അടിയറ പറയാതെ, അങ്ങോട്ടും ഇങ്ങോട്ടും വ്യതിചലിക്കാതെ, നീ എടുത്ത തീരുമാനത്തിന്റെ അകത്തലത്തിൽ നിന്നതുകൊണ്ട് ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കത്തില്ല. നിന്റെ തലമുറയുടെ മേൽ വെച്ചിരിക്കുന്ന വിധിയെഴുത്ത്. സിനിമോൾ ഒന്ന് കലമുയർത്തിക്കോ, സിനിമോൾ കലമുയർത്തിക്കോ. നിന്റെ തലമുറയുടെ മേൽ വെച്ചിരിക്കുന്ന വിധിയെഴുത്തുകളെ ഇന്ന് രാത്രി സ്വർഗം അതിനെ വെട്ടാൻ പോവാ. ഇന്നത്തെ ഡേറ്റ് വെച്ച് എഴുതിക്കോ, 3 മാസത്തെ ടൈം തരികയാ. ഈ 3 മാസത്തെ ടൈമിനുള്ളിൽ ആമേൻ നടക്കാത്ത വിഷയങ്ങൾ, മറുപടി ഇല്ല എന്ന് പറയുന്ന വിഷയങ്ങൾ ദൈവം അതിന്റെ പ്രവൃത്തി മണ്ഡലത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരാൻ പോവുകയാണെന്ന് ആത്മാവ് ഇടപെടുന്നു. ഇനിയും ഒരു വ്യാപാര ശക്തിക്കും നിന്റെ കുടുംബത്തെയോ, നിന്റെ ഭവനത്തെയോ, നിന്റെ തലമുറയോ തകർക്കാൻ കഴിയുകയില്ലെന്ന് അക്കമിട്ട് ദൈവാത്മാവിനോട് ആമേൻ ദൂത് പറഞ്ഞുറപ്പിക്കുക. ഏറ്റെടുത്തു. അർത്ഥനവർത്തന വർഷമനന്തന വേധകനന്തന വൈഡപ്രവന. അത് കേട്ടെ. അപ്പൊ മന്ത്രവാദത്തിന്റെ ചീട്ടിട്ടു. ഇനി 9-ാം അധ്യായത്തിലേക്ക് ഒന്ന് വന്നേ. 9-ാം അധ്യായം അതിലെ 25-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 9:25 വേഗത്തിൽ വായിക്കണം. എന്റെ വാക്യം നിർത്താൻ പോയ 9:25. പൂരെന്ന ചീട്ട് ഇട്ടുവയ്ക്കാൻ രാജാവിന് കിട്ടിയപ്പോൾ അവൻ യഹൂദന്മാർക്ക് വിരോധമായി ചിന്തിച്ചിരുന്ന ഉപായം അവന്റെ തലയിലേക്ക് തന്നെ തിരിയുവാനും അവനെയും അവന്റെ പുത്രന്മാരെയും കഴുമരത്തിന്മേൽ തൂക്കിക്കളയുവാനും രാജാവ് രേഖാമൂലം കൽപ്പിക്കുകയും ചെയ്തുകൊണ്ട് അവർ ആ നാളുകൾക്ക് പൂരെന്ന് പദത്താൽ പുരീം എന്ന് പേർ വിളിച്ചു. എന്താ അർത്ഥം? ഇവിടെ നോക്കിക്കേ. ഈ ഹാമാൻ ചെയ്തത് രാജാവ് പോലും അറിഞ്ഞോ? ഇല്ല. ഹാമാൻ മന്ത്രവാദം ചെയ്തതും ആമേശ്വത്രം ടൈം അതിന് ദിവസമെടുത്ത് അവൻ ഇന്ന ദിവസത്തിൽ ഇന്ന ടൈമിൽ ഈ അഭിഷക്തെ തകർക്കണമെന്നുള്ള വെല്ലുവിളി അവൻ രേഖകൾ എഴുതി. ഇതൊന്നും രാജാവ് അറിഞ്ഞില്ലെന്നേ. ഇതൊന്നും രാജാവ് അറിഞ്ഞില്ല. പക്ഷെ രാജാവ് അറിഞ്ഞില്ലെങ്കിലും കൊട്ടാരത്തിനകത്ത് ഒരു യഹൂദനെ അവൻ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനു മുമ്പ്, അതാണ് ആമേൻ ദർശനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ആമേൻ ദർശനമുള്ളിടത്ത്, ദർശനമില്ലാത്തിടത്ത് ജനം മര്യാദ വിട്ടുപോകും. അതിന്റെ ഓപ്പോസിറ്റ്, ദർശനമുണ്ടെങ്കിൽ ആമേൻ അടുത്ത ദിവസങ്ങളെ കുറിച്ച് നീ ആത്മമണ്ഡലത്തിൽ കാണണം. വൈഡമാന ശബ്ദനാഥന. ആമേൻ എസ്തേറിനെ അഹശ്വേരോശ് രാജാവിന്റെ അവൻ 2ാം ഭാര്യ നിയമിക്കുന്നതിന് മുമ്പ് മൊർദെഖായി പറഞ്ഞുറപ്പിച്ചു, കുഞ്ഞേ
ആരോടും പറയരുത് കേട്ടോ. ശരതൊക്കെ നിന്റെ ഹൃദയത്തിനകത്ത് വെച്ച് പ്രാർത്ഥിച്ചു ബലമേറ്റെടുത്തോ. മറുപടി വെളിപ്പെടേണ്ട സമയത്ത് അത് മറുപടി വെളിപ്പെടുത്തി തരും. അപ്പോൾ രാജാവിന് കാര്യം അറിയത്തില്ലായിരുന്നു. പക്ഷെ ഇവിടെ എഴുതിയിരിക്കുന്ന രാജാവിന് അറിവ് കിട്ടിയപ്പോൾ ഹാമാൻ യഹൂദന്മാർക്ക് വിരോധമായി ചിന്തിച്ചിരുന്ന ദുഷ്ട പദ്ധതികളെ അവന്റെ തലമേൽ തന്നെ തിരിയുവാനും. അങ്ങനെ താഴോട്ട് നമ്മൾ വരുമ്പോൾ പുര എന്ന പദത്തിന് പുരീം എന്ന പേർ വിളിച്ചു. പുരീം എന്ന് പറഞ്ഞാൽ ഉത്സവമെന്ന. ഇപ്പൊ മന്ത്രവാദത്തിന്റെ ചീട്ട് യഹൂദന്മാർക്ക് എന്തായിട്ട് മാറി? ഉത്സവമായിട്ട് മാറി. ഉത്സവമായിട്ട്. അതുകൊണ്ട് നിനക്കെതിരെ ഉയരുന്ന ഒരായുധവും ഫലിക്കത്തില്ല. എന്റെ വാക്ക് ഞാനിവിടെ അങ്ങ് ഉപസംഹരിക്കാൻ പോകുകയെ. ഒത്തിരി ദൂതുകളൊക്കെ പറയാൻ എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും സമയം നമ്മുടെ മുമ്പിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ എന്റെ വാക്ക് ഇവിടെ നിർത്തി. നിങ്ങൾ നോക്കിക്കേ, 6-ാം അധ്യായത്തിലെ സബ്ജക്റ്റിനോട് പറയാം. 6-ാം അധ്യായത്തിലെ സബ്ജക്റ്റ് എന്താ? 6-ാം അധ്യായത്തിലെ സബ്ജക്റ്റ് രാജാവിന്റെ ഉറക്കം നഷ്ടപ്പെട്ടു. രാജാവിന്റെ ഉറക്കം നഷ്ടപ്പെട്ടപ്പോൾ ദിനവൃത്താന്ത പുസ്തകം വായിച്ചു. ദിനവൃത്താന്ത പുസ്തകം വായിച്ചപ്പോൾ മൊർദെഖായി രാജാവിന് വേണ്ടി ചെയ്തത് രാജാവിന്റെ ദൃഷ്ടിയിൽപ്പെട്ടു. കണ്ടോ? കാര്യം തിരിഞ്ഞു മറിയുന്നത് കണ്ടോ? കാര്യങ്ങൾ തിരിഞ്ഞു മറിയുന്നത് കണ്ടോ? ആമേൻ. രാജാവ് ചോദിക്കുക, ഞാൻ ബഹുമാനിക്കാനിരിക്കുന്ന പുരുഷൻ എങ്ങനെ? നമുക്ക് ആ സംഭവം അറിയാം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. മൊർദെഖായി രാജാവിന്റെ കിരീടം ധരിച്ച് രാജാവ് സഞ്ചരിക്കുന്ന കുതിര അതേ രഥത്തിൽ രാജാവിന്റെ വസ്ത്രം ധരിച്ച് ഹാമാനെ മുമ്പിൽ നിർത്തി ആ യാത്രയൊന്ന് നിങ്ങൾ ചിന്തിച്ചേ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, കുഞ്ഞേ, ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, എനിക്ക് വേണ്ടി ഒരു കിരീടം ഒരുക്കിയിരിക്കുക. അതിന്റെ നിഴലാണ് ആമേൻ. അതിന്റെ നിഴലും പൊരുളുമാണ്, ഈ വാക്യത്തിന്റെ നിഴലാണ് ആമേൻ മൊർദെഖായി എന്ന വിഷയം. കണ്ടോ? തീരുമാനത്തിൽ നിന്നു, പോർക്കളത്തിൽ നിന്നു ആമേൻ പിന്തിരിപ്പിക്കാൻ എസ്തേർ വന്നു, വസ്ത്രം കൊടുത്തയച്ചു. എങ്കിലും താൻ എടുത്ത തീരുമാനത്തിൽ ഉറപ്പും ധൈര്യത്തോടെ നിന്നതുകൊണ്ട് പിന്നത്തേതിൽ രാജാവിന്റെ ബഹുമാനം ഏറ്റെടുക്കുവാൻ അങ്ങോട്ട് ചെന്നില്ല, ഇങ്ങോട്ട് വിളിച്ചു വരുത്തി. ജൂഡഗമന ഘടകസിയ ആമേൻ. അത് സ്മിത ബിനു ആമേൻ ദേവദാസിയോട് പറയുക, അങ്ങോട്ട് ചെല്ലണ്ട, ഇങ്ങോട്ട് വിളിച്ചു വരുത്തി. നിന്നെ മാനിക്കാൻ പോവാ കേട്ടോ. ആമേൻ. ഒത്തിരി നിലവിളിച്ച വ്യക്തിയാ, ഒത്തിരി ഭാരം ചുമന്ന വ്യക്തിയാ, ചൂടമന ഘടകസിയ. എന്നാൽ എന്റെ ദാസിയോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നു. ആമേൻ. വിളിച്ചു വരുത്തി. നിന്നെ ആദരിക്കുന്ന ഒരു ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. ആമേൻ. സമയങ്ങൾ മുന്നോട്ട് പോകത്തില്ല, ആഴ്ചകൾ മുന്നോട്ട് പോകത്തില്ല. ആമേൻ. ദൈവാത്മാവ് പറയുന്നു, ചില ദിവസത്തിന്റെ ഉള്ളറയിൽ നീ കരഞ്ഞ കണ്ണുനീരിന്റെ മറുപടികൾക്ക് ഉത്തരമായി സ്വർഗം എഴുന്നേൽക്കുന്ന സമയങ്ങൾ ആമേൻ ആകുമെന്ന് ഇന്ന് രാത്രിയിൽ ആമേൻ പ്രിയ ആമേശ്വര ദൈവദാസി കുറിച്ചു വെച്ചു. ആമേൻ. സമയമായി ദൈവപ്രവൃത്തിയുടെ ആമേൻ കരം വെളിപ്പെടാൻ പോകുകയാണെന്ന് ആത്മാവ് ഇടപെടുന്നു. ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു.
ആമേൻ. ഇനിയും എനിക്ക് ഉറപ്പാ, എന്നെ രാജാവ് മാനിക്കും. ആ കിരീടം എന്റെ തലയിൽ വെക്കും. ആമേൻ. എനിക്ക് ശത്രു ആയവൻ എന്റെ മുമ്പിൽ നിന്ന് രാജാവ് ബഹുമാനിക്കാനിരിക്കുന്ന പുരുഷൻ ഇങ്ങനെ എന്ന് വിളിച്ചു പറയിപ്പിക്കും. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിയിൽ ആ ഒരു ദൈവിക വിടുതൽ, ആ ഒരു ദൈവിക പദ്ധതി ഇന്ന് രാത്രിയും ഏറ്റെടുക്കുവാൻ ദൈവാത്മാവ് ഇടപെടുന്നു. ആമേൻ. ജയാസജി ദൈവാത്മാവ് പറയുന്നു, ഒരു പ്രത്യേക തലത്തിൽ ദൈവാത്മാവ് ഉപയോഗിക്കാൻ പോവാ. ലമ ശന്തനാ രഹസ്യ. ആമേൻ. അനേകര് നിന്റെ പക്കൽ അനുഗ്രഹം പ്രാപിച്ചിട്ടും, അനേകര് നിന്റെ കൈകൊണ്ട് നന്മ പ്രാപിച്ചിട്ടും, പക്ഷേ അവരൊക്കെ നിനക്ക് വിരോധികളായിട്ട് മാറി. അവൻ പൗലോസ്, ആമേൻ, അത് ദാവീദ് പറഞ്ഞതുപോലെ, എന്റെ അപ്പം തിന്നവൻ പോലും എന്റെ കുതികാല് വെട്ടി ശമന ഘടകസി. ഒത്തിരി നിന്ദകൾ, ഒത്തിരി ആമൻ പ്രതിസന്ധികൾ മകളെ നീ അനുഭവിച്ചു. ഇപ്പോഴും നിൽക്കുന്നത് പ്രതിസന്ധിയുടെ മുമ്പിലാണ്. ആമേൻ. ചില വിഷയങ്ങൾക്ക് നീ ആവലോടെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇന്ന് രാത്രി ആത്മാവ് പറയുന്നു, ഒരു മോർദെഖായി എനിക്ക് ആദരിക്കാൻ പദ്ധതിയുള്ളതുപോലെ, ഒരു മോർദെഖായ രാജാവ് എങ്ങനെ ബഹുമാനിക്കാൻ എന്ന് അവൻ ഹാമാനോട് ചോദിച്ചതുപോലെ, അപ്രകാരം ചില ദൈവപ്രവൃത്തി ഈ ദിവസങ്ങൾ നിനക്ക് വേണ്ടി വെളിപ്പെട്ടു വരാൻ പോകുകയാണെന്ന് ആത്മാവ് ഇടപെടുന്നു. മോർദെഖായിക്ക് വിരോധമായി പുരേ എന്ന ചീട്ടിട്ടു. തകർത്തു കളയാൻ എത്രയോ പദ്ധതികളെ ഒരുക്കി. നീ ആയിരിക്കുന്ന ദേശത്ത് നിന്ന് നിന്നെ ഒടുക്കിക്കളയാൻ ശമനഘടകസിയ അവൻ വേറെ അവൻ അറുത്തുമാറ്റി, അവൻ പേര് പോലും അവൻ ഇല്ലായ്മയാക്കി കളയാൻ നടത്തിയ വെല്ലുവിളികളെ ഇന്നു രാത്രി ആത്മാവ് അത് ചൂണ്ടിക്കൊണ്ട് പറയുകയാ. ദൈവപ്രവൃത്തിയുടെ സമയങ്ങൾ അടുത്തു. അന്തനാ വൈഡ പ്രബല ഘടകസി. ഹാമാന്യ ശക്തിയുടെ മേൽ, ഹാമാന്റെ മേൽ തന്നെ അവൻ ഒരുക്കിയ കെണി അവന്റെ മേൽ തന്നെ തിരിഞ്ഞു വരുവാനിടയായി. എന്നതുപോലെ നിനക്ക് വിരോധമായി നിന്ന മേഖലകളുടെ മേൽ ഒരു ദൈവത്തിന്റെ സന്ദർശനം അയച്ച് ആരൊക്കെ നിന്നെ ആമേശ്വതം നിന്ദിച്ചോ പരിഹസിച്ചോ അവരുടെ മുമ്പിൽ മാനിക്കുന്ന ദൈവപ്രവൃത്തി വെളിപ്പെട്ടു വരാൻ പോകുകയാണെന്ന് ഇങ്ങനെ പറയാൻ പറയുന്നു. ഒരു യോസേപ്പിനെ ആദരിച്ചതുപോലെ ആദരിക്കാൻ പോകുകയാണെന്ന് ആത്മാവിന് രാത്രിയിൽ വ്യക്തമായി ഇടപെടും. നമുക്ക് ഇന്ന് രാത്രി ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം, ഒന്ന് സമർപ്പിച്ചു കൊടുക്കാം. ആമേ. നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. എന്റെ വാത്സല്യ പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രിയിൽ നിങ്ങളോട് വ്യക്തിപരമായ തൂതു പറഞ്ഞില്ലെങ്കിലും ഈ രാത്രിയിൽ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന 61 പേരോട്, 61 ലീവേഴ്സിലുള്ള ആൾക്കാരോട് ഇന്ന് രാത്രി ഒറ്റ തൂതു പറയുന്നു. നിനക്ക് വേണ്ടി സ്വർഗം അത്ഭുതം പ്രവർത്തിക്കാൻ പോകുകയാണ്. ഈ 2026 അത്ഭുതങ്ങളുടെ സമയങ്ങളാക്കി മാറ്റുമെന്ന് ആത്മാവാഴത്തിൽ ദൂത് പറഞ്ഞ് ആമൻ ഈ ജനത്തെ ഉറപ്പിക്കുന്നു. ഒരു വാക്ക് പ്രാർത്ഥിച്ച് എന്റെ വാക്ക് ഞാൻ ഇവിടെ നിർത്തും. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഏറെ അനുഗ്രഹമായ നല്ല സമയത്തിനായി സ്തോത്രം. അങ്ങയുടെ വചനം ഈ ജനത്തിന് കൈമാറുവാൻ കർത്താവ് കൃപ ചെയ്തു. കേട്ട വചനത്തിന്റെ മുമ്പിൽ അവനൊരു ദൈവപ്രവൃത്തി വെളിപ്പെടുത്തി സ്വർഗം ആദരിക്കാൻ പോകുന്നതിനായി സ്തോത്രം. ഈ ജനത്തെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം. യേശുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ. എനിക്ക് അവസരം ഒരുക്കി തന്ന പ്രിയപ്പെട്ടവരുടെ നന്ദി പറഞ്ഞ് ദൈവസ്ഥലിൽ ഇരിക്കുന്നു. കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.